3G ആയാലും 5G ആയാലും 4G ആയാലും വീട്ടിൽ റേഞ്ച് ഉണ്ട്, പക്ഷേ ഇൻ്റർനെറ്റ് സ്പീഡ് ഉണ്ടാകില്ല. അപ്പോൾ നമുക്ക് തന്നെ അറിയുന്ന ഓരോ ഇടങ്ങളുണ്ടാവും. ടെറസിന് മുകളിൽ പോയാൽ അല്ലെങ്കിൽ അടുത്ത വീട്ടിൻ്റെ മതിലിന് ചാരി നിന്നാലൊക്കെ ആയിരിക്കും ചിലപ്പോൾ നമുക്ക് നെറ്റ്വർക്ക് സ്പീഡ് കിട്ടുന്നത്. സോഷ്യൽ മീഡിയയിലൊക്കെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത്, വാട്സപ്പിലൂടെയൊക്കെ വലിയ ഫയലൊക്കെ സെൻഡ് ചെയ്യുന്ന സമയത്താണ് ഇത്തരം നെറ്റ് സ്പീഡില്ലാത്ത സമയത്ത് നമ്മൾ വളരെയധികം ബുദ്ധിമുട്ടുന്നത്. അപ്പോൾ എല്ലാ സമയത്തും ഇത്തരം സ്ഥലങ്ങളിൽ പോയി നിന്നിട്ട് നമുക്ക് സെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പ്രായോഗികമല്ല. അപ്പോൾ നമ്മുടെ പരിസരത്ത് തന്നെ എവിടെയാണ് ഇൻ്റർനെറ്റ് വേഗത കൂടുതലെന്ന്, അതിപ്പോൾ വൈഫൈ ആയാലും മൊബൈൽ ഡാറ്റ ആയാലും നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ എവിടെ നിന്നാലാണ് ഇത്തരം കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യാനും സെൻഡ് ചെയ്യാനും ഒക്കെ കഴിയുക എന്ന് കണ്ടെത്താൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത്. നമുക്കറിയാം നമ്മുടെ ഫോണിലും ഇതിനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, പക്ഷേ അത് നമുക്ക് പ്രായോഗികമല്ല. നമ്പറാണ് കാണിക്കുക, അത് മനസ്സിലാക്കിയിട്ട് വേണം എവിടെയാണ് സ്പീഡെന്ന് കണ്ടെത്താൻ. പക്ഷേ ഇതങ്ങനെയല്ല. അപ്പോൾ ഫോണിലൊരു മീറ്റർ ഉണ്ടാവും, ആ മീറ്ററിൽ നമുക്ക് കൃത്യമായിട്ട് കാണിച്ചു തരും എവിടെ നിന്നാണ് വേഗത കൂടുതൽ. അതിൽ ഗ്രീന്, റെഡ്, യെല്ലോ ഒക്കെ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. ഗ്രീനിലെത്തുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് നമുക്ക് ഇത്തരം ഫയലുകൾ സെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഏതാണ് ഈ ആപ്ലിക്കേഷൻ, എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കാണാം. പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട് സിഗ്നൽ സ്ട്രെങ്ത് എന്ന് സെർച്ച് ചെയ്താൽ ഇതുപോലൊരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഈ ആപ്ലിക്കേഷൻ്റെ കമ്പനി നെയിം, ലോഗോ ഒക്കെ നോക്കിയിട്ട് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക. ഈ ആപ്ലിക്കേഷൻ ആർക്കും മനസ്സിലാകുന്ന വളരെ ലളിതമായൊരു ഓപ്ഷനാണ്. ഇതുപോലെ നമുക്ക് ലോ, ഓക്കെ, ഗുഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ നെറ്റ് എവിടെയാണ് വേഗതയെന്ന് വളരെ ലളിതമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ഈ ആപ്ലിക്കേഷൻ പറഞ്ഞത്. മറ്റുള്ള ആപ്ലിക്കേഷനിൽ ഒരുപാട് കോഡും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ജസ്റ്റ് നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. ആപ്ലിക്കേഷൻ ഞാനൊന്ന് ഓപ്പൺ ചെയ്യുകയാണ്. നിങ്ങൾക്ക് പെർമിഷൻ ചോദിക്കുന്ന പെർമിഷനൊക്കെ കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ആയിട്ടുണ്ട്. ആദ്യം വൈഫൈയുടെ ഓപ്ഷൻ ആയിരിക്കും ഉണ്ടാവുക. ഇനി നിങ്ങൾക്ക് വൈഫൈയുടേതാണ് എവിടെയാണ് ഇൻ്റർനെറ്റ് വേഗത ലഭിക്കുക എന്നറിയാൻ വേണ്ടിയിട്ട് ആദ്യത്തെ ഓപ്ഷൻ തന്നെ മാറ്റേണ്ട ആവശ്യമില്ല. രണ്ടാമത് നിങ്ങളുടെ സിം, ഇതിപ്പോൾ VI സിമ്മാണ്, 4G മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. രണ്ടാമത് നിങ്ങൾക്ക് കാണാം SIM 1. മൂന്നാമതുള്ളത് SIM 2 ആണ്. ഇപ്പോൾ SIM 2ൽ എൻ്റെ സിം ഒന്നുമില്ല. വലതുഭാഗത്ത് മുകളിലായിട്ട് നിങ്ങൾക്ക് എൻ്റെ ഫോണിൻ്റെ നെറ്റ്വർക്ക് കാണാം, അതായത് ഫുൾ റേഞ്ച് ആണ്. ഞാൻ ഇനി SIM 1 എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് ക്ലിക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം യെല്ലോയിലാണുള്ളത്, അതായത് ഓക്കെ, ഇൻ്റർനെറ്റ് ഒരു അത്യാവശ്യം വേണ്ട വേഗത മാത്രമേ ഉള്ളൂ. ഞാനിപ്പോൾ മുറിക്കകത്താണുള്ളത്. ഇനി മുറിക്കകത്ത് നിന്ന് ഞാൻ എൻ്റെ ജനലിനോട് അടുപ്പിക്കുകയാണ് എൻ്റെ ഫോണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇൻ്റർനെറ്റിൻ്റെ വേഗത കൂടി വരുന്നത്. ഇപ്പോൾ 4G+ ആയി. ഇവിടെ നല്ല റേഞ്ച് ഉണ്ട്. ഇനി ഞാൻ നേരെ ഫോണ് അകത്തേക്ക് കൊണ്ടുവരികയാണ്. ഇപ്പോൾ മുറിക്കകത്തേക്ക് വരുമ്പോൾ വീണ്ടും ലോ ആയത് കാണാം. ഇനി ഞാൻ അടുക്കള ഭാഗത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ നടക്കുന്നതിനനുസരിച്ചിട്ട് എനിക്ക് ഇൻ്റർനെറ്റിൻ്റെ വേഗത കുറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് കാണാം. ഇതുപോലെ നമുക്ക് എവിടെയാണ് വേഗത കുറവ്, വേഗത കൂടുതലെന്ന് കണ്ടെത്താവുന്നതാണ്. ഇപ്പം ഞാൻ അടുക്കളയിലേക്ക് കടന്നിട്ടുണ്ട്. അടുക്കളയിലേക്ക് കടന്നപ്പോൾ റെഡ് ആയിട്ടുണ്ട്. നേരെ ഫോൺ വളരെ വേഗത്തിൽ ഞാൻ സെൻട്രൽ ഹാളിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ സെൻട്രൽ ഹാളിൽ നല്ല റേഞ്ചാണ് എനിക്ക്. ഇവിടെ ഞാൻ കസേര ഇട്ടിട്ടാണ് ഞാൻ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുന്നതെങ്കിൽ വളരെ വേഗത്തിൽ എനിക്ക് ഫയലുകൾ സെൻഡ് ചെയ്യാനൊക്കെ പറ്റും. എനിക്കിപ്പോൾ എൻ്റെ സെൻട്രൽ ഹാളിൽ 4G ആണ്, എന്നിട്ടും നെറ്റ് നല്ല വേഗതയുണ്ട്. മുറിയിൽ 4G+ ഉണ്ടായിട്ട് പോലും എനിക്ക് യെല്ലോയിലാണ്. അപ്പോൾ ഇതുപോലെ വീട്ടിൽ എവിടെയാണ് ഇൻ്റർനെറ്റിൻ്റെ വേഗത എന്ന് കണ്ടെത്തിയിട്ട് നമുക്ക് അവിടെ ഇരുന്നിട്ട് തന്നെ ഫയൽ സെൻഡ് ചെയ്യാനും ഇൻ്റർനെറ്റ് വേഗത്തിൽ ഉപയോഗിക്കാനും പറ്റും. ഇതിനായിട്ട് നമ്മൾ പുറത്തൊന്നും ഇറങ്ങേണ്ട ആവശ്യമില്ല. അധികം ആൾക്കാരും പുറത്താണ് ഇറങ്ങാറ് ഇൻ്റർനെറ്റ് വേഗത കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി രണ്ടാമതായി നിങ്ങൾക്ക് ഇവിടെ നെറ്റ് എന്ന ഓപ്ഷൻ ഉണ്ട്. ഇതിൽ നമുക്ക് കണക്ടിവിറ്റിയുടെ വേഗത കണ്ടെത്താവുന്നതാണ്. ഇവിടെ ഓട്ടോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫാസ്റ്റ് ആണോ, ഓക്കെ ആണോ, സ്ലോ ആണോ ഒക്കെ ഇവിടുന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇനി ചാർട്ട് എന്ന നാലാമത്തെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ ഓപ്ഷനും നമുക്ക് ഇതുപോലെ തന്നെ നമ്മുടെ കൂടുതലാണോ കുറവാണോ ഒക്കെ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് ഈ ആപ്ലിക്കേഷൻ ഒന്ന് ഉപയോഗിച്ച് നോക്ക്. നല്ലൊരു ആപ്ലിക്കേഷനാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും, ദയവായി ഷെയർ ചെയ്യുക. ഇങ്ങനെയുള്ള വീഡിയോകൾ ഡെയിലി ലഭിക്കാൻ FTM ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഞാൻ വരും. അതുവരേക്കും ഗുഡ് ബൈ.